ഹലോ. ഫ്രീ ക്ലാസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ 43ാമത്തെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമ്മളിപ്പോൾ റിങ്ങാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ചിലർ ഇപ്പോഴും പെയ്ഡ് ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം കേട്ടോ. അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇന്ന് നമ്മൾ റിങ്ങാണ് ചെയ്യുന്നത്. റിങ്ങിൻ്റെ 2 ബേസ് നമ്മൾ എടുത്തിരിക്കുന്നത് സിൽവറും ഗോൾഡും ആണ് കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബേസാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബേസാണ് കേട്ടോ ഇത്. വേറെ മോൾഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിത് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്കിത് എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു റിങ്ങിൻ്റെ ബേസ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള റിങ് കൂടി കാണിക്കാം. അതോടുകൂടി നമ്മുടെ ചാനലിൽ ഫ്രീ ക്ലാസ് അവസാനിക്കും. നമ്മളെല്ലാം ജ്വല്ലറീസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ക്ലാസ്സുകൾ കൊടുത്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിതിലേക്ക് സ്റ്റോണും സ്റ്റോൺ ചെയിനും അതുപോലെ തന്നെ സർദോസിയാണ് എടുത്തിരിക്കുന്നത്. സർദോസി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് സർദോസി. പിന്നെ എടുത്തിരിക്കുന്നത് OHP ഷീറ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. സർദോസിയൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഗ്ലൂ B7000 നമ്മൾ ഇതുപോലത്തെ കട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നല്ലത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതുപോലെ പെട്ടെന്ന് കട്ടായി കിട്ടും. അപ്പോൾ ഈ ഒരു കട്ടറായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ആദ്യം തന്നെ സ്റ്റോൺ ചെയിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച സ്റ്റോണിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോൺ ചെയിനും കൂടി എടുത്തിട്ടുണ്ട്. അതിന് മാച്ചായിട്ടുള്ള കളറിൽ കേട്ടോ. ഞാൻ ഫസ്റ്റിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്ക് സെൻറ്ററിലുള്ള ആ ഒരു സ്റ്റോൺ നമുക്ക് ആദ്യം തന്നെ ഒട്ടിച്ച് വെക്കാം. കാരണം ഇത് ഉണങ്ങിയെടുക്കാൻ ഒരു ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഒരു സ്റ്റോൺ ഒട്ടിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം സൈഡിലേക്കുള്ള സ്റ്റോൺ ഒട്ടിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് OHP ഷീറ്റിലുള്ളത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അത് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് OHP ഷീറ്റിലേക്കുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് അതേ സെൻറ്റർ സ്റ്റോൺ തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കളർ ചേഞ്ചിൽ. അതിന് മാച്ചായിട്ടുള്ള സ്റ്റോൺ ചെയിനും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അളവ് നോക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്ത് വെക്കുക നല്ലത്. ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ്. OHP ഷീറ്റിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെൻറ്റർ സ്റ്റോൺ ഒട്ടിക്കുക. അതിന് ശേഷം നമ്മുടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുക. ഇത് പല രീതിയിൽ നമുക്ക് കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ട് പല ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ മാല ചെയ്ത് അവസാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ചില മോഡലുകൾ കാണിക്കണമെന്ന്. അപ്പോൾ അതാരും വിഷമിക്കേണ്ട. നമുക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളിടുന്ന വീഡിയോസിൽ ആ ചെയിനൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലാസ് നമ്മൾ ആ ഒരു ഓർഡറിൽ പോകുന്ന കാരണമാണ് ഞാൻ ഇത്രയും ചെയ്ത് അവസാനിപ്പിച്ചത്. അപ്പോൾ അതായത് നമ്മൾ സ്റ്റോണ് കറക്റ്റ് ആ റൗണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. എല്ലാ സൈഡും ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്കിനി നമ്മുടെ സർദോസി ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. ഈ സർദോസിക്ക് പകരം ബോൾ ചെയിൻ അതുപോലെ പേൾ ചെയിനൊക്കെ കിട്ടും. അത് ഒട്ടിച്ച് കൊടുക്കാം. ഗോൾഡൻ കളറൊക്കെ അവൈലബിൾ ആണ്. അത് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അല്ലെങ്കിൽ കുന്തൻ സ്റ്റോണൊക്കെ വെച്ചിട്ടായാലും ഇതിന് ചുറ്റും റെഡിയാക്കി എടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. സർദോസിയും അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒട്ടിക്കുക. ഇതൊരു സ്പ്രിങ് പോലെയാണ്. വലിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിഞ്ഞ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഒട്ടിക്കണം. നല്ലൊരു ഭംഗിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമുക്ക് ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതും നമ്മൾ ഉണങ്ങിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. നല്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്ത് വെച്ചിട്ട് നാളെയാണ് ഇതൊക്കെ എടുത്ത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത്രയും ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ആയ കാരണം അത്ര അധികം ടൈം ഉണങ്ങാൻ വയ്ക്കുന്നില്ല. അതുകൊണ്ട് അതിനൊരു ഷേപ്പിലൊക്കെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മളത് നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്കത് ആ റൗണ്ട് ഷേപ്പിലും ആ പെർഫെക്ഷനിലും കിട്ടും. നിങ്ങൾ സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് യൂസ് ചെയ്യാനായാലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളൂ. എങ്കിലാണ് അതിനൊരു ഭംഗി വരുള്ളൂ. നമുക്ക് ക്ലാസ് എടുക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ അധിക ടൈം വയ്ക്കാതെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ പെർഫെക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ റൗണ്ടിലും നമ്മൾ ലെവലാക്കി കൊടുത്തിട്ട് ഇതൊക്കെ ലെവലാക്കി കൊടുക്കുന്നതൊക്കെ ഡ്രൈ ആവുന്നതിന് മുമ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ ആദ്യം ചെയ്ത് വെച്ച സ്റ്റോൺ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലേക്ക് ഈ ഒരു സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതും നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം വരെ മാത്രമേ ഒട്ടിച്ച് കൊടുക്കാവൂ. അതിൻ്റെ അടിയിലേക്ക് ഒട്ടിക്കരുത്. കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം വരെ മാത്രം ഒട്ടിച്ച് കൊടുക്കുക. ഇത്തിരി പരന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അവിടെ വരെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനെടുത്ത് നോക്കിയപ്പോൾ എനിക്കൊരു 7 സ്റ്റോൺ വരുന്ന രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 പീസ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് 2 സൈഡിലേക്കും വേണം. അപ്പോൾ 4 പീസ് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുക നിങ്ങൾ ആദ്യം തന്നെ. അപ്പോൾ ആദ്യത്തിൽ എത്ര സ്റ്റോൺ വന്നിട്ടുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാൻ എളുപ്പമാണ്. സ്റ്റോൺ ചെയിനൊക്കെ ഇങ്ങനെ ഒന്ന് പിരിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കിട്ടും ചെയ്യും കേട്ടോ.
അപ്പോൾ നമുക്കിത് രണ്ട് സൈഡിലും ഈ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു പീസ് ഒട്ടിക്കുക, അതിൻ്റെ അപ്പുറത്ത് വേറൊരു പീസും കൂടി ഒട്ടിച്ച് കൊടുക്കുക. ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് നമ്മൾ പീസ് ഒട്ടിച്ച് കഴിയുമ്പോൾ അതവിടെ കറക്റ്റായിട്ട് നിന്നോളും. ഗ്യാപ്പൊന്നും പുറത്തേക്ക് കാണില്ല, സ്റ്റോൺ ഊരി പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഈ ഒരു ഗ്ലൂവും നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിട്ടു പോവുകയൊന്നുമില്ല, നമുക്ക് അത്രയും ലാസ്റ്റിങ്ങിൽ കിട്ടും ചെയ്യും. ഈ സ്റ്റോണും ഒട്ടിച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ വയ്ക്കണം, എങ്കിലേ നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആവുന്നതിന് മുമ്പ് നമ്മൾ വേഗം എടുത്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഇത് വേഗം ഊരി പോകുന്നതും നമ്മൾ 2-3 വട്ടം യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ സ്റ്റോണൊക്കെ അടർന്നു പോകുന്നതും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഡ്രൈ ആവാനായിട്ടുള്ള ടൈം കൊടുക്കുക, അപ്പോൾ തന്നെ നമുക്കത് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചു, നന്നായിട്ട് ലെവലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റോൺ ഒരേ രീതിയിൽ നിൽക്കണം കേട്ടോ, ഇറങ്ങിയും കയറി നിൽക്കരുത്. കറക്റ്റ് ആ സ്റ്റോണുകൾ ഒരേ ലെവലിൽ വരണം, എങ്കിലാണ് അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 2 സൈഡിലും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോതിരം ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത് നമ്മളവിടെ OHP ഷീറ്റ് സെറ്റാക്കി വെച്ചിരുന്നത് കട്ട് ചെയ്ത് കളയാം. അത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പശ കറക്റ്റ് ഉണങ്ങാത്ത കാരണം അത് പൊട്ടിപ്പിടിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് വേഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും, പെട്ടെന്ന് ഒറ്റ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതങ്ങോട്ട് കുറച്ചും കൂടി ഉണങ്ങി റെഡി ആവാനുള്ളത് കൊണ്ടാണ് അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത്. എല്ലാ സൈഡും ഒരേപോലെ നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാം. ഇതിന് ശേഷം ഇതിനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോതിരത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. റൗണ്ടായ കാരണം നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഓവൽ ഷേപ്പിലൊക്കെ ഉള്ളൊരു കുന്തൻ സ്റ്റോണൊക്കെയാണ് ഒട്ടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും ആ സൈഡൊക്കെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇതിനെ ഒന്ന് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഗോൾഡൻ സ്റ്റോൺ ചെയിനൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഒരു സെൻറ്റർ സ്റ്റോൺ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതും കുറച്ച് വലിയ സൈസിലൊക്കെ നമുക്ക് കുന്തൻ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ ഹൽദിയിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്, ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ 2 മോതിരം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.